അമേരിക്കയും ഇറാനും തമ്മിലുള്ള പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെ അതിലെ പ്രധാന വ്യവസ്ഥകളൊന്ന് തള്ളി ഇസ്രയേൽ. ലെബനനുമായി ബന്ധപ്പെട്ട സമാധാന വ്യവസ്ഥകൾ തങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഇസ്രയേൽ. ഹിസ്ബുള്ളയെ തകർക്കാൻ നീക്കം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെ അതിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് തള്ളുകയാണ് ഇസ്രയേൽ ഇപ്പോൾ. ലെബനനുമായി ബന്ധപ്പെട്ട സമാധാന വ്യവസ്ഥകൾ തങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമായ US-ഇറാൻ സമാധാന കരാർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിടുന്നത്. കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച നടന്ന ക്യാബിനറ്റ് യോഗത്തിനിടെ ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ സംഭാഷണത്തിലാണ് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുണ്ടാക്കിയ കരാറിലെ ലെബനൻ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രയേലിന് ബാധ്യതയില്ലെന്ന് നെതന്യാഹു ട്രംപിനെ നേരിട്ട് അറിയിച്ചത്. ഇസ്രയേൽ പ്രതിരോധ സേന ലെബനനിൽ നിന്ന് പിന്മാറില്ല. നിലവിൽ നിയന്ത്രണങ്ങളിലുള്ള പ്രദേശങ്ങളിൽ സൈന്യം തുടരുക തന്നെ ചെയ്യും. ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാനും അവരുടെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും ഇസ്രയേലിന് നേരെയുള്ള ഏത് ആക്രമണത്തിനും മറുപടി നൽകാനും സൈന്യം തുടർന്നും നടപടി സ്വീകരിക്കും. കരാർ പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം അമേരിക്കയെയും ട്രംപിനെയും കടുത്ത അതൃപ്തിയിലാക്കിയിരുന്നു. ഈ ആക്രമണം കരാർ പ്രഖ്യാപനം വൈകാൻ കാരണമായിരുന്നു. ഇസ്രയേലിന്റെ ഈ നടപടിക്കെതിരെ കടുത്ത ഭാഷയിലാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കരാർ ഒപ്പിടാൻ 1 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇസ്രയേൽ ഇത്തരമൊരു ആക്രമണം നടത്തിയത് വിശ്വസിക്കാനാകുന്നില്ലെന്നും നെതന്യാഹുവിന് വിവേചന ബുദ്ധിയില്ലെന്നും ട്രംപ് തുറന്നടിച്ചു. ഫെബ്രുവരി 28-ന് ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തിയ സംയുക്ത ആക്രമണത്തോടെയാണ് നിലവിലെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമായത്. ഇതിന്റെ തുടർച്ചയായി ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖംനെയി വധിക്കപ്പെട്ടതോടെ ഇറാൻ പിന്തുണയുള്ള ലെബനിലെ ഹിസ്ബുള്ളയും യുദ്ധത്തിൽ പങ്കുചേരുകയായിരുന്നു. ലെബനെതിരെയുള്ള ശത്രുത പൂർണ്ണമായി അവസാനിപ്പിച്ചാൽ മാത്രമേ സമാധാന കരാറിന് തയ്യാറാവൂ എന്ന നിബന്ധന ഇറാൻ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറുകൾ ഇരുവിഭാഗവും നിരന്തരം ലംഘിക്കുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ കണ്ടത്. ലെബനൻ വ്യവസ്ഥകൾ ഇസ്രയേൽ തള്ളിയതോടെ ജൂൺ 19-ന് നടക്കാനിരിക്കുന്ന കരാർ ഒപ്പുവെക്കലിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.